വേഗത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. T of a simple pendulum depend on its length L, mass m, and acceleration due to gravity g, as T equal to k L raised to a m raised to b g raised to c, where k is a dimensionless constant. Using the principle of dimensional homogeneity, find the values of a, b, and c. അതായത് ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഒരു സിമ്പിൾ പെൻഡുലം, അതായത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലെങ്ത്, മാസ്, അതുപോലെ തന്നെ ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ഒക്കെ മുകളിൽ ഈ പവേഴ്സ് ഇല്ലേ, ഈ പവേഴ്സിന്റെ വാല്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ആദ്യം അതുപോലെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെ ഡയമെൻഷൻസ് എഴുതാം. ഓക്കെ, ടൈം പീരീഡ് അതായത് ടിയുടെ ഡയമെൻഷൻ ഏതാണ് നമുക്കറിയാം, m0 l0 t⁻1. ഇതുപോലെ എല്ലാവരുടെയും എന്തെഴുതാം? ഡയമെൻഷൻസ് നമ്മൾ എഴുതാം. ജിയുടെ ഡയമെൻഷൻ എന്താണ്? m0 l⁻1 t⁻2. എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, ഡയമെൻഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സിമ്പിൾ ആക്കി നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. m⁻b l⁻ac t⁻2c എന്ന് വരും. ഇനി ഇവിടെ ഈ l⁻a+b വന്ന് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു എൽ ഉണ്ട്, ദെൻ ഇവിടെ സിയുടെ ഇവിടെ ഒരു എൽ ഉണ്ട് അല്ലേ, അതിനെ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പൊ എന്തോന്നു? l+a+ എന്ന് വന്നു. ഓക്കെ, ദെൻ ഇവരുടെ പവേഴ്സിനെ ഇനി നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എമ്മിന്റെ പവർ കണ്ടുപിടിക്കാണ്. എം ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എം ഉണ്ടോ? ഇല്ല. അപ്പൊ LHS 0 ആയിരിക്കും, RHS എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പൊ നമ്മുടെ എമ്മിന്റെ പവർ എന്തായിരിക്കും? ബി ആയിരിക്കും. അതുപോലെ തന്നെ പവർ ഓഫ് ടിയുടെ പവർ നോക്കുമ്പം ഇവിടെ LHS ഒരെണ്ണം ഉണ്ട്, RHS എത്ര എണ്ണം ഉണ്ട്? ഒരു T-2 ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനെ അതുപോലെ എഴുതി. ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? -1/2 കിട്ടും നമുക്ക് ആൻസർ. ദെൻ എല്ലിനെ നോക്കുകയാണെങ്കിൽ എൽ എന്ന് പറയുന്നത് LHS എല്ലില്ല. ദെൻ RHS എവിടെയാണ്? ഇത് ഇവിടെ RHS എവിടെയാണ്? ഇവിടെ എല്ലിന്റെ വാല്യൂ പവർ എന്ന് പറയുന്നത് A+C ആണ്. A+C എഴുതി നമ്മൾ മുന്നേ കണ്ടുപിടിച്ച സിയുടെ വാല്യൂവിനെ നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പൊ എത്ര വരും? -1/2 ആണ് മുന്നേ കണ്ടുപിടിച്ച വാല്യൂ. ദെൻ ഈ A = -C എന്ന് വരും. -C മൈനസ് പിന്നെ ഈ സിയുടെ വാല്യൂ കൂടെ കൊടുത്തപ്പോൾ രണ്ട് മൈനസോടെ തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഏതൊക്കെയാണ്? 0 -1 -1/2 1/2 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, എയുടെ വാല്യൂ എന്താണ്? 1/2, ബിയുടെ വാല്യൂ 0, ദെൻ സി -1/2. ഇനി ഇതല്ലേ ഫസ്റ്റ് കിടക്കുന്നതല്ലേ? അപ്പൊ ഇത് എ എന്ന് പറഞ്ഞാൽ 1/2, ബി എന്ന് പറഞ്ഞാൽ 0, സി എന്ന് വെച്ചാൽ എന്താണ്? -1/2. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ ഫസ്റ്റ് 1 ആയിരിക്കും.